നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. നൂപുരധ്വനി നടന കലാക്ഷേത്രത്തിന്റെ 30ാം വാർഷികാഘോഷം പാനൂർ ഗുരുസന്നിധി ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂരിന്റെ കലാപ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായി 30 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന നൂപുരധ്വനി നടന കലാക്ഷേത്രത്തിന്റെ വാർഷികാഘോഷം പാനൂർ ഗുരുസന്നിധി ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു. സിനിമ നാടക പ്രവർത്തകൻ രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം ചെയ്തു. ചെയ്യാൻ കഴിയാത്ത ഒരു മാംസരികമായി കിടക്കുന്ന കാലത്ത് അമ്മയുടെ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ നമ്മൾ പൊക്കിൾക്കൊടിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഞരമ്പുകളിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്ക്, നമ്മുടെ രക്തത്തിലേക്ക് പ്രവഹിച്ചു വരുന്ന വായുവിനും അതുപോലെ തന്നെ ഭക്ഷണത്തോടുമൊപ്പം ആ അമ്മ നമ്മളിലേക്ക് ഒറ്റൊന്നുകൂടി കടത്തി വരികയാണ്. അതാണ് കലാ സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ദൈവികമാണ് പറയുന്നത്. ദൈവികം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നല്ല ഞാൻ പറയുന്നത്. ഏതോ തലമുറയിൽ നമുക്കറിയാം, നമുക്കൊരു ആപ്തവാക്യം നമ്മുടെ മുന്നിലുണ്ട്, മാതാ പിതാ ഗുരു ദൈവം എന്നുള്ളത്. അതിന് വ്യാഖ്യാനങ്ങൾ ഏറെയാണ്. ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ആദ്യം മാതാവ്, പിന്നെ പിതാവ്, പിന്നെ ഗുരുനാഥൻ, പിന്നെയാണ് ദൈവം എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. ഞാനത് കാണുന്നത് തിരിച്ചാണ്. ഞാൻ കാണുന്നത് മാതാവും പിതാവും ഗുരുവുമാണ് ദൈവം എന്നാണ് ഞാൻ കാണുന്നത്. നമുക്ക് ഓരോ മതങ്ങൾക്കും, ഞാൻ മതങ്ങളെ കുറിച്ച് പറയുകയാണ്, ജാതികളെ കുറിച്ച് പറയുകയാണ്. ചിത്രകലാ അധ്യാപകൻ പവി കോയോട് അധ്യക്ഷത വഹിച്ചു. ലോകത്തിൽ എനിക്ക് അറിയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ഈ പ്രസംഗം. കാരണം അത് മറ്റൊരു കലയാണ്. ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ വലിയ പ്രാസംഗികരാണെന്നുള്ളൊരു വിചാരം നമുക്കിടയിൽ എല്ലാവർക്കും ഉണ്ട്, എനിക്കടക്കം. പക്ഷെ എൻ്റെ കാര്യത്തിൽ ആ ധാരണ തിരുത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യരോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു 5-10 വാക്കിൽ പറഞ്ഞ് നേരെ തടി കൈച്ചലാക്കലാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രസംഗം പ്രതീക്ഷിക്കേണ്ട. എങ്കിലും കഴിഞ്ഞ 30 വർഷക്കാലത്തോളമായി നമ്മുടെ പാനൂരിൽ പ്രവർത്തിച്ചു വരുന്ന ഈ കലാ പരിശീലന കേന്ദ്രം, അതായത് നൂപുരധ്വനി നൃത്തവിദ്യാലയം, അതിൻ്റെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ അതിൻ്റെ ഒരു ചിത്രകലാ പരിശീലകൻ കൂടിയാണ്, അധ്യാപകനും കൂടിയാണ്. കലാമണ്ഡലം ലീലാമണി ടീച്ചർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ കുട്ടികളെ എല്ലാം നേരായ രീതിയിൽ പഠിപ്പിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. വളരെയധികം അധ്യാപകന്മാരും ഈ സ്കൂളിലുണ്ട് എന്നത് പ്രത്യേകമായി എടുത്തു പറയത്തക്ക ഒരു സന്തോഷ വർത്തമാനമാണ്. നമ്മുടെ കുട്ടികൾ കലയെല്ലാം പഠിച്ചിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ശ്രീ രാജേന്ദ്ര സാർ പറഞ്ഞ പോലെ
കല മനുഷ്യ മനസ്സിനെ സംശുദ്ധീകരിക്കുന്നു, കല മനസ്സിനെ നന്നാക്കുന്നു. കല കൊണ്ട് മനുഷ്യന് ആത്മീയമായും മാനസികമായും ശാരീരികമായും ഒരുപാട് സന്തോഷങ്ങൾ തരുന്നതാണ് കല. ഈ കലയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ നൃത്തവിദ്യാർത്ഥികളായ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നൃത്തത്തിന് പ്രത്യേകമായിട്ട് ഒരു കഴിവുണ്ട്. എല്ലാ കലകളും, നൃത്ത സംഗീതാദി വാദ്യാദി കലകൾ എല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തെ വിളിച്ചോതുന്ന ഒന്നാണ്. നമ്മുടെ സംസ്കാരത്തിന് പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ സംഗീതവും നൃത്ത സംവിധാനവും വേഷഭൂഷാദികളും എല്ലാം നമ്മുടെ നാടിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ്. ഈ കലയെ മനുഷ്യ മനസ്സിന് സന്തോഷം പകരുന്ന ഒന്നാണ്. പ്രശസ്ത നാടക സിനിമാ പ്രവർത്തകൻ സുദീപ് പാനൂർ, പാനൂർ പ്രസ് ഫോറം പ്രസിഡന്റ് കെ സജീവ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് നൂപുരധ്വനി ഡയറക്ടർ പ്രതീഷ് കുമാർ പി സ്വാഗതവും അസിത അജിത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് സമ്മാനദാനവും ഉണ്ടായിരുന്നു. സംഗീതം, വയലിൻ, കീബോർഡ്, സിനിമാറ്റിക് ഡാൻസ്, നൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി. തുടർന്ന് ഡിപ്ലോമ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന നൃത്തശില്പവും ഉണ്ടായിരുന്നു. ഡയറക്ടറായിരിക്കുമ്പോൾ ഇന്ന് എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം കലാപരിശീലന രംഗത്ത് 30 വർഷം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാലയളവിനല്ല പ്രാധാന്യം. എത്ര കാലം നിലനിന്നു എന്ന് പറയുന്നതിനേക്കാളും ആ നിലനിന്ന കാലത്ത് എന്ത് ചെയ്തു, എന്തൊക്കെ നേടി എന്ന് പറയുന്നതിലാണ് കാര്യം. അല്ലാതെ കാലഗണന മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരാളെയോ ഒരു സ്ഥാപനത്തെയോ വിലയിരുത്താൻ സാധിക്കില്ല. നൂപുരധ്വനി നടന്ന കലാക്ഷേത്രം അതിന്റെ കലാപരിശീലന രംഗത്ത് വളരെ ചിട്ടയായ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനായി തിരിച്ചറിയാൻ, അവനെ നല്ല രീതിയിൽ നടപ്പിലാക്കാനും നടത്താനും ഒക്കെ മുന്നോട്ട് നയിക്കാനുമുള്ള ആലയങ്ങളാണ് കലാലയങ്ങൾ. പാനൂരിൻ്റെ കലാ സാംസ്കാരിക മേഖലകളിൽ 30 വർഷത്തോളം തലയുയർത്തി നിൽക്കുന്ന നൂപുരധ്വനി എന്ന കലാ സാംസ്കാരിക പ്രസ്ഥാനത്തെ നൃത്തവിദ്യാലയത്തിൻ്റെ 30ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. 3 പതിറ്റാണ്ട് പിന്നിട്ട വിദ്യാലയം 3 പതിറ്റാണ്ട് പിന്നിടുകയല്ല, അതിലെല്ലാം പ്രാധാന്യം ഈ 30 വർഷക്കാലവും ഏറ്റവും നന്നായി മികച്ച വിദ്യാലയമായി ഈ പ്രദേശത്ത് തലയുയർത്തി നിൽക്കുന്ന ഒരു നടന കലാക്ഷേത്രം. നൃത്തരംഗത്തും കലാരംഗത്തും ചിത്രകലയിലുമൊക്കെ തലയുയർത്തി നിൽക്കുന്ന വിദ്യാലയം അത് 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പള്ളൂരിലും ഇതിനൊരു സ്ഥാപനമുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയും.
സമഗ്ര ന്യൂസ് പാനൂർ.